ഫിറ്റർ ടെക്നിക് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നാം ഹാർഡ് സോൾഡറിങ്ങിനെ കുറിച്ചാണ് മനസ്സിലാക്കിയത്. സോൾഡറിങ്ങിനുള്ള രണ്ട് മെത്തേഡുകളിൽ ഒന്നായ ഹാർഡ് സോൾഡറിങ്ങിനെയും അതിൻ്റെ മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ സോഫ്റ്റ് സോൾഡറിങ്ങിനെ കുറിച്ച് മനസ്സിലാക്കി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്ലക്സസിനെ കുറിച്ചാണ്. ഹാർഡ് സോൾഡറിങ്ങിന് ഉപയോഗിക്കുന്ന ഫ്ലക്സായ ബോറക്സിനെ കുറിച്ചും അതിൻ്റെ കണ്ടൻസിനെ കുറിച്ചും കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോഫ്റ്റ് സോൾഡറിങ്ങിന് ഉപയോഗിക്കുന്ന ഫ്ലക്സസ്, അതുപോലെ ഹാർഡ് സോൾഡറിങ്ങിന് ഉപയോഗിക്കുന്ന മറ്റ് ഫ്ലക്സസ് എന്നിവയെക്കുറിച്ചൊക്കെയാണ്. ആദ്യമായി എന്താണ് ഫ്ലക്സ് എന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ഇനി എന്താണ് ഫ്ലക്സ് എന്ന് നമുക്ക് നോക്കാം. അതുപോലെ ഫ്ലക്സിൻ്റെ ടൈപ്പുകൾ, ഫ്ലക്സിൻ്റെ ഫീച്ചേഴ്സ് അഥവാ സവിശേഷതകളൊക്കെ ശ്രദ്ധിക്കാം. ഫ്ലക്സ് ഈസ് എ ഫ്യൂസിബിൾ കെമിക്കൽ കോമ്പൗണ്ട് വിച്ച് ടു ബി അപ്ലൈഡ് ബിഫോർ ഓർ ഡ്യൂറിങ് സോൾഡറിങ് പ്രോസസ് ടു പ്രിവെൻറ്റ് അൺവാണ്ടഡ് കെമിക്കൽ ആക്ഷൻ. സോൾഡറിങ് അഥവാ വെൽഡിങ് ചെയ്യുന്ന സമയത്ത് മെറ്റൽ ഹീറ്റാവും. ആ ഹീറ്റാവുന്ന സമയത്ത് ആവശ്യമില്ലാത്ത രാസപ്രവർത്തനങ്ങൾ നടക്കുന്നത് തടയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതും, അതേപോലെ ഓക്സൈഡ്സിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതുമായ കെമിക്കൽ കോമ്പൗണ്ടാണ് ഫ്ലക്സ്. ഇനി ഫ്ലക്സിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വരുന്നതാണ് ടു റിമൂവ് ഓക്സൈഡ്സ് ഫ്രം ജോയിനിങ് സർഫേസ്. ഓക്സൈഡ്സിനെ നമുക്ക് ജോയിനിങ് ചെയ്യാനുള്ള, അതായത് സോൾഡറിങ് ചെയ്ത് ജോയിൻ ചെയ്യുന്ന രണ്ട് സർഫേസുകളെ ഉള്ള ഓക്സൈഡ്സിനെ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് വരുന്ന ഫങ്ഷൻ. നെക്സ്റ്റ് വരുന്നതാണ് ടു പ്രിവെൻറ്റ് ഓക്സിഡേഷൻ ഡ്യൂറിങ് സോൾഡറിങ് ഓർ വെൽഡിങ്. സോൾഡറിങ് അഥവാ വെൽഡിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സംഭവിക്കുന്ന ഓക്സിഡേഷനെ തടയുക എന്നുള്ളത് ഫ്ലക്സിൻ്റെ മറ്റൊരു ധർമ്മമാണ്. നെക്സ്റ്റ് വരുന്നതാണ് ഹെൽപ്പ് ടു ഫ്ലോ ഫില്ലർ മെറ്റൽ ഇൻ ടു വെരി സ്മോൾ ഗ്യാപ്പ്. നമ്മൾ സോൾഡറായിട്ട് ഉപയോഗിക്കുന്ന ഫില്ലർ മെറ്റൽ നമ്മളതിനെ പറ്റി കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഹാർഡ് സോൾഡറിങ്ങിനാണെങ്കിൽ കോപ്പർ, സിൽവർ ബേസ് ആയിട്ടുള്ള മെറ്റൽസാണ്, അലോയ്സാണ് ഉപയോഗിക്കുക. സോഫ്റ്റ് സോൾഡറിങ്ങിനാണെങ്കിൽ ലെഡും ടിന്നും കലർന്ന അലോയാണ് ഉപയോഗിക്കുക. ഈ മെറ്റൽസിനെയൊക്കെ ഈസി ആയിട്ട് മെറ്റലിൻ്റെ ഗ്യാപ്പിൽ ഫ്ലോ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതും ഫ്ലക്സാണ്. നെക്സ്റ്റ് നമ്മൾ എന്തൊക്കെ കാരണങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഫ്ലക്സ് സെലക്ട് ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് വരുന്നതാണ് വർക്കിംഗ് ടെമ്പറേച്ചർ ഓഫ് സോൾഡർ. സോൾഡറിൻ്റെ വർക്കിംഗ് ടെമ്പറേച്ചർ നമ്മൾ മനസ്സിലാക്കി. സോഫ്റ്റ് സോൾഡർ ആണെങ്കിൽ കുറഞ്ഞ മെൽറ്റിംഗ് ടെമ്പറേച്ചറിലാണ് ചെയ്യുന്നത്. ഹാർഡ് സോൾഡറിങ് ആണെങ്കിൽ കൂടിയ മെൽറ്റിംഗ് ടെമ്പറേച്ചറിലാണ് ചെയ്യുന്നത്. ആ ടെമ്പറേച്ചറിനെ അടിസ്ഥാനമാക്കിയിട്ട് ഫ്ലക്സ് സെലക്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നതാണ് മെറ്റീരിയൽ ടു ബി ജോയിൻഡ്. ഏതൊക്കെ മെറ്റീരിയലാണോ ജോയിൻ ചെയ്യാനുള്ളത്. അപ്പോൾ എല്ലാ മെറ്റലിനും ഒരു ഫ്ലക്സ് ഉപയോഗിക്കാൻ പറ്റില്ല. ഓരോ മെറ്റലിനും അനുസരിച്ചിട്ടുള്ള ഫ്ലക്സ് സെലക്ട് ചെയ്യണം. അത് അടുത്ത ഭാഗത്ത് അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നതാണ് സോൾഡറിങ് പ്രോസസ്സ്. സോൾഡറിങ് പ്രോസസ്സ് നമ്മൾ പറഞ്ഞു പല മെത്തേഡിലും സോൾഡറിങ് ചെയ്യുന്നുണ്ട്. ഗ്യാസിൽ സോൾഡറിങ് ചെയ്യുന്നുണ്ട്, ഇലക്ട്രിക് കറണ്ടിൽ സോൾഡറിങ് ചെയ്യുന്നുണ്ട്, പിന്നെ കോൾ ഉപയോഗിച്ച് സോൾഡറിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പല മെത്തേഡിലും സോൾഡറിങ് നമ്മൾ ചെയ്യുന്നുണ്ട്. ആ മെത്തേഡുകളൊക്കെ അടിസ്ഥാനമാക്കിയിട്ട് ഫ്ലക്സ് സെലക്ട് ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ് ഫ്ലക്സിൻ്റെ ടൈപ്പുകൾ ഏതൊക്കെയാണെന്ന്. ഫസ്റ്റ് വരുന്നതാണ് ഓർഗാനിക് ഓർ നോൺ കൊറോസീവ് ഫ്ലക്സ്. ഓർഗാനിക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രകൃതിയിൽ നിന്ന് നമുക്ക് നേരിട്ട് കിട്ടുന്ന ഫ്ലക്സിനെയാണ് ഓർഗാനിക് അഥവാ നാച്ചുറൽ ഫ്ലക്സ് എന്ന് പറയുന്നത്. അത് നോൺ കൊറോസീവാണ്. അതായത് ഓർഗാനിക് ഫ്ലക്സ് ഒരിക്കലും മെറ്റൽ സർഫേസിൽ കെമിക്കൽ റിയാക്ഷനൊന്നും ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അത് തുരുമ്പ് പിടിക്കാനോ അല്ലെങ്കിൽ കൊറോഷൻ വരാനുള്ള മെറ്റൽ സർഫേസ് സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ അതിന് യാതൊരു പ്രവർത്തനവും നടക്കാത്തതുകൊണ്ട് തന്നെ അതിനെ പാസീവ് അഥവാ നിഷ്ക്രിയമായ ഫ്ലക്സ് എന്ന് പേരിൽ അറിയപ്പെടുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നതാണ് ഇൻഓർഗാനിക് അഥവാ കൊറോസീവ് ഫ്ലക്സ്. ഇൻഓർഗാനിക് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രകൃതിയിൽ നിന്ന് നേരിട്ട് കിട്ടാതെ നമ്മൾ കൃത്രിമമായിട്ട് നിർമ്മിക്കുന്ന ഫ്ലക്സിനെയാണ് ഇൻഓർഗാനിക് അഥവാ കൊറോസീവ് ഫ്ലക്സ് എന്ന് പറയുന്നത്. ഈ ഫ്ലക്സുകൾ ആസിഡുകളാണ് മിക്കവാറും നമ്മൾ ഇൻഓർഗാനിക് ഫ്ലക്സായിട്ട് യൂസ് ചെയ്യുന്നത്. അവ വളരെ ആക്റ്റീവായിട്ടുള്ളതാണ്. മെറ്റൽ സർഫേസിന് ഡാമേജ് വരുത്താനും കൊറോഷൻ വരുത്താനും ഒക്കെ ചാൻസുള്ള ഫ്ലക്സാണ് ഇൻഓർഗാനിക് ഫ്ലക്സസ്. അതുകൊണ്ട് തന്നെ ഈ ഇൻഓർഗാനിക് ഫ്ലക്സസ് അപ്ലൈ ചെയ്ത ഉടനെ തന്നെ നമ്മളത് വാഷ് ചെയ്തിട്ട് റിമൂവ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇനി അടുത്തതായി
ഇൻഓർഗാനിക് ഫ്ലക്സസും അതിൻ്റെ സവിശേഷതകളും ശ്രദ്ധിക്കാം. ഇൻഓർഗാനിക് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ നിർമ്മിക്കുന്ന ഫ്ലക്സസാണ് ഇൻഓർഗാനിക് ഫ്ലക്സസ്. അവയിൽ ഫസ്റ്റ് വരുന്നതാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ആസ് എ ഫ്ലക്സ് ആൻഡ് ഇറ്റ് ഇസ് എ പ്യുവർ ഫോം. ഇറ്റ് ഫ്യൂംസ് ഇൻ എയർ. അതായത് ഇതിൻ്റെ ഏറ്റവും ശുദ്ധമായ രൂപത്തിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് അന്തരീക്ഷവായുവുമായി സമ്പർക്കത്തിലായാൽ അത് സ്വയം പുകയുന്ന ഒരു ആസിഡാണ്. അതുകൊണ്ട് തന്നെ ഇത് വളരെ കെയർഫുള്ളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് കൂടാതെയും കുറച്ച് പല ആസിഡുകളും വളരെ ഹസാർഡായിട്ടുള്ള ആസിഡുകൾ ഫ്ലക്സായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ ഓരോന്നിനും സേഫ്റ്റി പ്രിക്കോഷൻസ് എടുക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് നമ്മൾ നേരിട്ടിട്ട് ഫ്ലക്സായിട്ട് യൂസ് ചെയ്യുന്നില്ല. അത് 2 or 3 മടങ്ങ് വാട്ടറുമായിട്ട് ഡയല്യൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഫ്ലക്സായിട്ട് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്കായിട്ട് കുറച്ച് മിക്സ് ചെയ്യുമ്പോൾ സിങ്ക് ക്ലോറൈഡ് നിർമ്മിച്ചിട്ട് ആ സിങ്ക് ക്ലോറൈഡ് നമ്മൾ സോൾഡറിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഈ സിങ്ക് ക്ലോറൈഡ് ഉപയോഗിക്കുന്നത് നമ്മൾ ഗാൽവനൈസ്ഡ് അയൺ ഷീറ്റുകൾ സോൾഡറിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മളെ ഹൈഡ്രോക്ലോറിക് ആസിഡ് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് മുരിയാറ്റിക് ആസിഡ്. Hydrochloric acid is used as flux and in its pure form it fumes in air. So 2 or 3 times water added with it. This acid mixed some zinc get zinc chloride and it is used for soldering GI. It is also known as muriatic acid. നെക്സ്റ്റ് വരുന്നതാണ് സിങ്ക് ക്ലോറൈഡ്. നമ്മൾ ഹൈഡ്രോക്ലോറിക് ആസിഡിൽ വളരെ കുറഞ്ഞ അളവിൽ സിങ്ക് മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന സിങ്ക് ക്ലോറൈഡാണ് GI ഷീറ്റുകൾ സോൾഡർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. എന്നാൽ സിങ്ക് ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ വളരെ കൂടിയ അളവിൽ സിങ്ക് ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് നിർമ്മിക്കുന്ന സൊല്യൂഷനാണ്. ഇത് ഫ്ലക്സായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ഈ ഫ്ലക്സ് യൂസ് ചെയ്യുന്നത് കോപ്പർ, ബ്രാസ്, ടിന്ന് മുതലായ നോൺ ഫെറസ് മെറ്റൽസ് സോൾഡറിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സിങ്ക് ക്ലോറൈഡ് അറിയപ്പെടുന്ന വേറൊരു പേരാണ് കിൽഡ് സ്പിരിറ്റ്. When the above solution is added more zinc, get zinc chloride. This flux also known as killed spirit and used flux for copper, brass, tin, etc. നെക്സ്റ്റ് വരുന്നതാണ് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫ്ലക്സാണ് അമോണിയം ക്ലോറൈഡ്. ഇതും ശരീരത്തിനുള്ളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അപകട സാധ്യതയുള്ള ഒരു കെമിക്കലാണ്. അമോണിയം ക്ലോറൈഡ് ഫ്ലക്സ് ഈസ് സോളിഡ് വൈറ്റ് ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസ് ആൻഡ് ഇൻ ദ ഫോം ഓഫ് പൗഡർ ഓർ മിക്സഡ് വിത്ത് വാട്ടർ. ഇത് നമുക്ക് അമോണിയം ക്ലോറൈഡ് പൗഡറായിട്ടും അതേപോലെ തന്നെ വാട്ടറിൽ മിക്സ് ചെയ്ത് ഡൈല്യൂട്ട് ചെയ്തിട്ടുള്ള ലിക്വിഡായിട്ട് നമുക്ക് അവൈലബിൾ ആണ്. ഇത് ക്ലീനിങ് ഏജൻ്റായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതായത് നമ്മൾ സോൾഡറിങ്ങിന് മുമ്പേ ആയിട്ട് സർഫേസ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടും അമോണിയം ക്ലോറൈഡ് ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ തന്നെ സോൾഡറിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡ്യൂറിങ് ദി പീരീഡ് ഓഫ് സോൾഡറിങ് ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് ഫ്ലക്സ്. അതായത് ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോപ്പർ, ബ്രാസ് മുതലായ മെറ്റൽസിനും അതേപോലെ ഫെറസ് മെറ്റലായ സ്റ്റീലിനും അയണിനുമൊക്കെ ഫ്ലക്സായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നതാണ് ഫോസ്ഫോറിക് ആസിഡ്. ഇവ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ സൂക്ഷിക്കുന്ന ഒരു പൗഡർ രൂപത്തിലുള്ള ഫ്ലക്സാണ്. ഇത് നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ സോൾഡറിങ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കെമിക്കലാണ്. അതുകൊണ്ട് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. ഫോസ്ഫോറിക് ആസിഡ് സ്റ്റെയിൻലെസ് സ്റ്റീൽ സോൾഡറിങ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫ്ലക്സ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫോസ്ഫോറിക് ആസിഡാണ്. നെക്സ്റ്റ് വരുന്നതാണ് ഈ ഇൻഓർഗാനിക് ഫ്ലക്സസിൻ്റെ നമ്മൾ നേരത്തെ പറഞ്ഞു യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ വാഷ് ചെയ്യണമെന്ന്. അത് വാഷ് ചെയ്തില്ലെങ്കിൽ അത് ആ മെറ്റൽ സർഫേസിൽ കൊറോഷൻ വരുത്താനുള്ള സാധ്യത ഉണ്ട്. Inorganic fluxes are chemically active and it goes to corrosion, so it is suddenly washed out by different methods. അത് വാഷ് ചെയ്യുന്ന ഡിഫറെൻറ്റ് മെത്തേഡ്സിനെ കുറിച്ച് അടുത്ത സെഷനിൽ പറയുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ഓർഗാനിക് ഫ്ലക്സ്. നമ്മൾ നേരത്തെ പറഞ്ഞു നാച്ചുറലായിട്ട് നമുക്ക് ലഭിക്കുന്ന ഫ്ലക്സസാണ് ഓർഗാനിക് ഫ്ലക്സസ്.
അവയുടെ സവിശേഷതകൾ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് മെറ്റൽ സർഫേസിൽ യാതൊരുവിധ കെമിക്കൽ റിയാക്ഷനും വരുത്താത്ത ഫ്ലക്സസ് ആണ്. അതുകൊണ്ട് തന്നെ പാസീവ് ഫ്ലക്സസ് എന്ന പേരിൽ അറിയപ്പെടുന്നതാണ് ഓർഗാനിക് ഫ്ലക്സ്. ഓർഗാനിക് ഫ്ലക്സസ് ഓൺലി അപ്ലൈ ആഫ്റ്റർ സർഫേസ് ക്ലീനിങ് ആൻഡ് നോട്ട് റിക്വയർ ക്ലീനിങ് ആഫ്റ്റർ സോൾഡറിങ്. അതായത് സർഫേസ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഓർഗാനിക് ഫ്ലക്സ് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ഓർഗാനിക് ഫ്ലക്സ് കൊണ്ട് നമുക്ക് സർഫേസിൽ യാതൊരു ക്ലീനിങ്ങും നടത്താൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ ആദ്യം സർഫേസ് ക്ലീൻ ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മൾ സോൾഡറിങ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓർഗാനിക് ഫ്ലക്സ് ഉപയോഗിച്ചിട്ടുള്ള സോൾഡറിങ് ആണെങ്കിൽ സർഫേസ് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് അതിൻ്റെ ടൈപ്പുകൾ ഏതൊക്കെയെന്ന് നോക്കാം. ഓർഗാനിക് ഫ്ലക്സസ് സാധാരണയായിട്ട് 2 ടൈപ്പിലാണ് വരുന്നത്. ഫസ്റ്റ് വരുന്നതാണ് റെസിൻ ടൈപ്പ്. റെസിൻ എന്ന് പറഞ്ഞ വേർഡ് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഗ്രൈൻഡിങ് വീലിലൊക്കെ ബോണ്ട് നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന റെസിനോയിഡ് ബോണ്ട് എന്ന് പറഞ്ഞൊരു മെറ്റീരിയൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ റെസിൻ തന്നെയാണ് നമ്മൾ ഓർഗാനിക് ഫ്ലക്സായിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് പൈൻ ട്രീൻ്റെ സാപ്പ് എന്ന് പറഞ്ഞാൽ കറ എന്നുള്ള അർത്ഥം. പൈൻ ട്രീൻ്റെ കറയിൽ നിന്ന് എക്സ്ട്രാക്റ്റ് ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ് റെസിന്. റെസിൻ എക്സ്ട്രാക്റ്റഡ് ഫ്രം പൈൻ ട്രീ സാപ്പ് യൂസ്ഡ് ആസ് ഫ്ലക്സ് ആൻഡ് ഗെറ്റ് ഇൻ ദ ഫോം ഓഫ് പേസ്റ്റ് ഓർ പൗഡർ. പേസ്റ്റ് രൂപത്തിലും അതുപോലെ തന്നെ പൗഡർ രൂപത്തിലും നമുക്ക് റെസിൻ ഫ്ലക്സ് അവൈലബിൾ ആണ്. നമ്മൾ ഇലക്ട്രിക് ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ സാധാരണ കാണുന്ന ഫ്ലക്സ് റെസിൻ്റെ ആണ് അധികം കയ്യിൽ കാണുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ സോൾഡറിങ് കോപ്പർ, ബ്രാസ്, ടിൻ, കാഡ്മിയം, നിക്കൽ, സിൽവർ ആൻഡ് ഇറ്റ്സ് അലോയ് എക്സ്ട്രീംലി ഫോർ ഇലക്ട്രിക്കൽ വർക്ക്. ഇലക്ട്രിക്കൽ വർക്കുകൾക്ക് ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഫ്ലക്സാണ് റെസിൻ ഫ്ലക്സ്. അതാണ് നമ്മൾ ഇലക്ട്രിക് ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർ റിപ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയ ടിന്നിലായിട്ട് റെസിൻ ഫ്ലക്സ് നമ്മൾ കാണാൻ പറ്റും. അതേപോലെ തന്നെ ബ്രാസ്, ടിന്ന്, കാഡ്മിയം, നിക്കൽ, സിൽവർ ഒരുമാതിരിപ്പെട്ട എല്ലാ നോൺ ഫെറസ് മെറ്റൽസും നമുക്ക് സോൾഡറിങ് ചെയ്യാൻ വേണ്ടിയിട്ട് റെസിൻ ഫ്ലക്സ് യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വരുന്നതാണ് ടാലോ. ടാലോ എന്ന് പറഞ്ഞാൽ മൃഗക്കൊഴുപ്പെന്ന് ജീവികളെ കൊഴുപ്പെന്ന് വേർതിരിച്ചെടുക്കുന്ന ഒരു ഫ്ലക്സാണ് ടാലോ എന്ന് പറഞ്ഞാൽ. അത് ബ്രാസ്, ലെഡ്, അതുപോലെ പെപ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു അലോയ് ആണ്. വെള്ളോട് എന്ന് പറയും മലയാളത്തിൽ. അത് ടിന്ന് 85% മുതൽ 99% വരെ അടങ്ങിയിരിക്കുന്ന അതിൻ്റെ കൂടെ അലോയ് ആയിട്ട് കോപ്പർ, ബിസ്മത്ത്, ആൻറ്റിമണി എന്നിവ കൂടിയിരിക്കുന്ന ഒരു മെറ്റലാണ് പെപ്റ്റർ. പെപ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ റോഡ് സൈഡിലൊക്കെ ശരിക്കും കാണാൻ പറ്റും. ഇങ്ങനെ ഓരോ സാധനങ്ങൾ വാർത്ത് കൊടുക്കുന്ന ആളുകൾ, അവരൊക്കെ അടുത്തൊക്കെ ഉള്ളത് സാധനം പെപ്റ്റർ എന്ന് പറഞ്ഞ മെറ്റീരിയലാണ്. അപ്പോൾ അത് ടാലോ എക്സ്ട്രാക്റ്റഡ് ഫ്രം അനിമൽ ഫാറ്റ് യൂസ്ഡ് ആസ് ഫ്ലക്സ് ഫോർ സോൾഡറിങ് ലെഡ്, ബ്രാസ് ആൻഡ് പെപ്റ്റർ. പെപ്റ്റർ എന്ന് പറഞ്ഞാൽ അലോയ് ഓഫ് ടിന്ന് 85% to 99% കോപ്പർ ആൻഡ് ബിസ്മത്ത്, ആൻറ്റിമണി. നെക്സ്റ്റ് വരുന്നതാണ് നമ്മൾ ഇൻഓർഗാനിക് ഫ്ലക്സ് റിമൂവ് ചെയ്യുന്ന മെത്തേഡുകൾ.
നെക്സ്റ്റ് വരുന്നതാണ് റിമൂവൽ ഓഫ് ഫ്ലക്സ്. ഫ്ലക്സ് നമ്മൾ സോൾഡറിങ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇൻഓർഗാനിക് ഫ്ലക്സ് ആണെങ്കിൽ നമ്മൾ എളുപ്പത്തിൽ റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞു. റിമൂവ് ചെയ്തില്ലെങ്കിൽ അത് ആ സർഫേസിനും അതുപോലെ തന്നെ സോൾഡറിങ് ചെയ്ത ഭാഗത്തിനും ഡാമേജ് വരുത്താനുള്ള ചാൻസ് ഉണ്ട്. മെറ്റൽസ് ആൻഡ് ക്ലീനിങ് ഏജൻറ്റ്സ് ആഫ്റ്റർ സോൾഡറിങ്. ഓരോ മെറ്റലിനും ഓരോ ക്ലീനിങ് ഏജൻ്റാണ് യൂസ് ചെയ്യുന്നത്. ഏതൊക്കെയെന്ന് നോക്കാം. ഓക്കെ. അലൂമിനിയം ആൻഡ് ഇറ്റ്സ് അലോയ്സ് ഫസ്റ്റ് വാഷ്ഡ് ബൈ വാം വാട്ടർ ആൻഡ് ബ്രഷ് ആൻഡ് ദെൻ വാഷ്ഡ് ബൈ നൈട്രിക് ആസിഡ് ഓർ ഹൈഡ്രോഫ്ലൂറിക് ആസിഡ്. അലൂമിനിയം അതുപോലെ അലൂമിനിയത്തിൻ്റെ അലോയ് മെറ്റൽസുമാണ് നമ്മൾ സോൾഡർ ചെയ്ത എങ്കിൽ നമ്മൾ ആദ്യം അത് വാം വാട്ടറിൽ, ചൂടുള്ള വാട്ടറിൽ കഴുകിയതിന് ശേഷം നൈട്രിക് ആസിഡോ അല്ലെങ്കിൽ ഹൈഡ്രോഫ്ലൂറിക് ആസിഡോ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യണം. നെക്സ്റ്റ് വരുന്നതാണ് മെഗ്നീഷ്യം അലോയ്. മെഗ്നീഷ്യം അലോയ്സ് ആണെങ്കിൽ അതേപോലെ തന്നെ വാട്ടർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം ക്രോമേറ്റിംഗ് എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സ് ചെയ്യണം. ക്രോമേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ക്രോമിയം കോട്ടിങ് ചെയ്യുന്ന പ്രോസസ്സാണ്. അത് നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റീലിനൊക്കെ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അതേപോലെ തന്നെയുള്ള പ്രോസസ്സാണ് മെഗ്നീഷ്യം അലോയ് നമ്മൾ സോൾഡറിങ് ചെയ്ത് കഴിഞ്ഞാലും ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് കോപ്പർ. കോപ്പറും അതിൻ്റെ അലോയ്കളും നമ്മൾ ഫസ്റ്റ് ബോയിൽഡ് വാട്ടറിൽ ക്ലീൻ ചെയ്തതിന് ശേഷം നേർപ്പിച്ച നൈട്രിക് ആസിഡോ അല്ലെങ്കിൽ സൾഫ്യൂരിക് ആസിഡോ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യണം. കോപ്പർ ആൻഡ് ഇറ്റ്സ് ഫസ്റ്റ് ക്ലീൻഡ് വിത്ത് ബോയിൽഡ് വാട്ടർ ആൻഡ് ദെൻ ബൈ ലൈറ്റ് സൊല്യൂഷൻ ഓഫ് നൈട്രിക് ഓർ സൾഫ്യൂരിക് ആസിഡ്. നെക്സ്റ്റ് വരുന്നതാണ് സ്റ്റെയിൻലെസ് സ്റ്റീല്. സ്റ്റെയിൻലെസ് സ്റ്റീൽ ഫസ്റ്റ് നമ്മൾ ബോയിൽഡ് വാട്ടറിൽ കോപ്പറൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ക്ലീൻ ചെയ്യുന്നു. അതിന് ശേഷം കാസ്റ്റിക് സോഡയും അതേപോലെ തന്നെ നൈട്രിക് ആസിഡും ചേർന്നിട്ടുള്ള ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യുന്നു. സ്റ്റെയിൻലെസ് സ്റ്റീൽ ഫസ്റ്റ് ക്ലീൻഡ് വിത്ത് ബോയിൽഡ് വാട്ടർ ആൻഡ് ദെൻ ബൈ സൊല്യൂഷൻ ഓഫ് കാസ്റ്റിക് സോഡ ആൻഡ് നൈട്രിക് ആസിഡ്. നെക്സ്റ്റ് വരുന്നതാണ് കാസ്റ്റ് അയൺ. കാസ്റ്റ് അയൺ നമ്മൾ കെമിക്കലായിട്ടുള്ള സാധനങ്ങളൊന്നും ക്ലീൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അത് ചിപ്പിംഗ് ഹാമറും അതേപോലെ തന്നെ വയർ ബ്രഷും ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്താൽ മതി. കാസ്റ്റ് അയൺ ക്ലീൻ ബൈ ചിപ്പിംഗ് ഹാമർ ആൻഡ് വയർ ബ്രഷ്. നെക്സ്റ്റ് വരുന്നതാണ് സിൽവർ. സിൽവർ ബ്ലേസിങ് ആദ്യം തന്നെ നമ്മൾ ഹോട്ട് വാട്ടറിൽ ക്ലീൻ ചെയ്യുന്നത്. നെക്സ്റ്റ് ആയിട്ട് ഡയല്യൂട്ടഡ് സൾഫ്യൂരിക് ആസിഡും ക്ലീൻ ചെയ്യുന്നത്. സൾഫ്യൂരിക് ആസിഡ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഹസാർഡായിട്ടുള്ള സാധനമാണ്. അതൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഫ്ലക്സ് എന്താണെന്ന് മനസ്സിലാക്കി, ഫ്ലക്സിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കി, അതേപോലെ ഫ്ലക്സിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് ടൈപ്പുകളായ ഇൻഓർഗാനിക് ടൈപ്പും അതേപോലെ ഓർഗാനിക് ടൈപ്പും ഫ്ലക്സുകളെ കുറിച്ച് മനസ്സിലാക്കി. ഇൻഓർഗാനിക് ടൈപ്പാണെങ്കിൽ കെമിക്കലി ആക്റ്റീവായിട്ടുള്ള ഫ്ലക്സാണ്. അവ റിമൂവ് ചെയ്യാനുള്ള മെത്തേഡുകളെ കുറിച്ച് മനസ്സിലാക്കി. അടുത്ത ക്ലാസ് നമ്മൾ സോൾഡറിങ് അയണിനെ കുറിച്ചാണ്. ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. ഓക്കെ, താങ്ക് യു.